പല ഭാര്യയും ഭർത്താക്കന്മാരും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നല്ല റൊമാൻസ് ഉണ്ടാവും. ചിലപ്പോൾ വർഷങ്ങൾ പ്രേമിച്ചിട്ടൊക്കെ ആയിരിക്കും കെട്ടണത്. എങ്കിലും കുട്ടികളൊക്കെ വന്നതിന് ശേഷം ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ വളരെ ആ ഒരു അടുപ്പമില്ലേ, അത് മാറിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, മാതാപിതാക്കൾ എന്ന നിലയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിലും കപ്പിൾസ് എന്നുള്ള നിലയിൽ പലപ്പോഴും പല ആൾക്കാർക്കും അകലം ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളുടെയൊക്കെ ലൈഫിൽ എന്തായിരിക്കും എന്റെ ഒരു പ്രശ്നം? നമ്മൾ രണ്ടുപേരും ഒരു കപ്പിൾ ടൈം എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടല്ലോ, ബില്ലിനെ പറ്റി പറയാ, റെസ്പോൺസിബിലിറ്റി പറയാ, പിള്ളേരെ സ്കൂളിൽ വിടുന്ന കാര്യം പറയാ, ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു വലിയൊരു ലിസ്റ്റ് ആയിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. പക്ഷെ പ്രേമിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു? ഇമോഷണലി നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇമോഷണൽ കണക്ട് പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ചുമ്മാ ഒരു ബന്ധം എന്നുള്ള ലെവലിലല്ലാതെ ആ റൊമാൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ വരും. പിന്നെ കുട്ടികളെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട്, അത് ശരിക്കും ഓരോ ദിവസം കഴിയും തോറും ആരുടെ സപ്പോർട്ടില്ല, ജോലി ചെയ്യണം, വാടക അടയ്ക്കണം, കാറിന്റെ കാശ് അടയ്ക്കണം, ഇങ്ങനെയുള്ള എല്ലാം മെന്റൽ ലോഡും കൂടി വരുമ്പോ ജോലി വിടാൻ പറ്റില്ല, പിള്ളേരെ നോക്കാൻ ആൾക്കാരില്ല. അപ്പൊ നമ്മുടെ ഉറക്കവും പോവും, സ്ട്രെസ്സും കൂടും. അപ്പൊ സ്ട്രെസ് കൂടുമ്പോ എന്ത് സംഭവിക്കും? നമ്മുടെ ഇന്റിമസി സ്ലോലി ഫെയ്ഡ് ആവും. മൂന്നാമത്തെ കാര്യം എന്താ? പാർട്ട്നേഴ്സ് ഉറപ്പായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഒരു മാനേജേഴ്സ് ആവും. രണ്ടുപേരും ഒരുമിച്ച് വളരെ നന്നായിട്ട് മാനേജ് ചെയ്യും കുടുംബമൊക്കെ. പക്ഷെ അവര് ഒരിക്കലും ആ പഴയ ലവ് ഉണ്ടല്ലോ, അതങ്ങ് വിട്ടുപോകും. അപ്പൊ ടീം വർക്ക് ശരിക്കും വളരെ നന്നായിട്ട് കുട്ടികളെ വളർത്തും, മക്കളുടെ ഏറ്റവും നല്ലൊരു പാരന്റ് ആയിരിക്കും. പക്ഷേ പങ്കാളികൾ തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലെങ്കിൽ, ആ ഒരു ക്ലോസ്നെസ് ഇല്ലെങ്കിൽ, മക്കൾക്കുണ്ടല്ലോ നല്ല അച്ഛനെയും അമ്മേനെയും കിട്ടുന്നുണ്ടല്ലോ, അവരത്ര ഹാപ്പി ആവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ബന്ധങ്ങളും നന്നായിട്ട് പോകണമെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെക്കാളും ഇമ്പോർട്ടന്റ് ആണ് പങ്കാളികൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ. അതിന് എന്ത് ചെയ്യണം? രണ്ടുപേരും സമയം കൊടുക്കണം. കുട്ടികളുണ്ടെങ്കിലും ഒരു 30 മിനിറ്റ്സ് ഭാര്യയുടെയും ഭർത്താവിന്റെയും അന്നത്തെ ആ ഒരു ദിവസം അറിയാൻ, ഒന്ന് ഒരുമിച്ചിരിക്കാൻ, സന്തോഷത്തോടെ ആ സ്നേഹം നിലനിർത്താൻ നോക്കുമ്പോഴാണ് ലൈഫ് എന്താവണത്? ഒരു മാജിക് ആവണത്. അപ്പൊ കുട്ടികളായി എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസിബിലിറ്റി ഇട്ട് പങ്കാളിയുടെ ഇഷ്ടത്തെ മറക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുക, ഒന്ന് കേൾക്കാൻ തുടങ്ങുക, ഫോണിനെയൊക്കെ കുറച്ചൊന്ന് മാറ്റിവെക്കുക, ഒരു ക്വാളിറ്റി ടൈം കൊണ്ടുവരിക. എത്ര മണിക്കൂർ ഇരിക്കുന്നു എന്നുള്ളതല്ല, ഇരിക്കുന്ന സമയം രണ്ടുപേർക്കും ഇമ്പമുള്ള ഒരു കുടുംബമാക്കി മാറ്റാൻ ഇത് ഒത്തിരി സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ അകലം വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ പങ്കാളിക്ക് പ്രാധാന്യം കൊടുക്കണുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക.